43-ാമത്തെ സങ്കീർത്തനം. 42-ഉം 43-ഉം സങ്കീർത്തനങ്ങൾ ഒരേ സങ്കീർത്തനമായിരുന്നുവെന്നും, എന്നാൽ ഇതിനെ കാനനൈസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അതിനൊരു പുസ്തക രൂപത്തിൽ എഴുതിയ അധ്യായങ്ങളായി വേർതിരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവർ പല കാരണങ്ങളാൽ അതിനെ 2 അധ്യായങ്ങളായി വേർതിരിച്ചു എന്നും തന്നെയാണ് പൊതുവിൽ എല്ലാ പണ്ഡിതരും ഒരുപോലെ അഭിപ്രായം. ഒത്തിരിയേറെ കാരണങ്ങൾ അതിന് പറയാനുണ്ട്. പല വാക്യങ്ങളിലുമുള്ള റിപ്പീറ്റേഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ രീതിയിൽ 42, 43 സങ്കീർത്തനങ്ങൾ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, പലരും ഇതിനെ എക്സൈലിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ പ്രവാസകാലത്തിരുന്നപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇസ്രായേലും യഹൂദയും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ, 2 രാജ്യമായി തീർന്നപ്പോൾ, നോർത്തേൺ കിങ്ഡവും സതേൺ കിങ്ഡവും, വടക്കൻ ഇസ്രായേലും തെക്കൻ ഇസ്രായേലുമായി പിരിഞ്ഞ കാലഘട്ടത്തിൽ വടക്കേ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട്, അതായത് ശമരിയ തലസ്ഥാനമായിട്ടുള്ള ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഭക്തന്റെ പാട്ടാണ് ഇതെന്ന് അഭിപ്രായപ്പെടുന്നവർ പലരുണ്ട്. വായിക്കുമ്പോൾ നാം കാണുന്നത് കോരഹപുത്രന്മാരുടെ ധ്യാനം എന്ന, ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കോരഹപുത്രന്മാരുടെ ധ്യാനം എന്ന് പറയുമ്പോൾ കോരഹിന്റെ നേരിട്ടുള്ള സന്തതി തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറിച്ച് അവന്റെ വഴിയിൽ വന്ന ലേറ്റർ, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള കോരഹ്യരായിരിക്കുന്ന ആ ഗോത്രത്തിൽപ്പെടുന്ന ചിലർ എഴുതിയ സങ്കീർത്തനങ്ങൾ. അവർക്ക് ദേവാലയത്തിലെ പാട്ട് ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെഴുതിയ സങ്കീർത്തനമാകാൻ ഏറെ സാധ്യതയുണ്ട്. സ്തോത്രം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ സങ്കീർത്തനക്കാരന്റെ മനോനില, അവന്റെ മനസ്ഥിതി നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുകയും നമ്മളെ എല്ലാവരെയും ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കേണ്ടുന്ന ഒരു മനസ്ഥിതിയാണെന്നുള്ളതിന് സംശയമില്ല. കാരണം ഈ വടക്കൻ ഇസ്രായേലിൽ ഇരിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു പ്രതിബന്ധമുണ്ട്. രഹബയാം, യെരോബയാം എന്നീ 2 രാജാക്കന്മാരുടെ കാലഘട്ടത്താണ് ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നത്. അതായത് ശലോമോന്റെ മകന്റെ കാലഘട്ടം. ശലോമോന്റെ മകനോട് ചോദിക്കുന്ന സമയത്ത് ഊഴിയവേലയെ സംബന്ധിച്ചുള്ള കാര്യം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഊഴിയവേലയെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മോൻ മുതിർന്നവരോട് ചോദിച്ചു. മുതിർന്നവർ പറഞ്ഞു ലഘൂകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇളയവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ കൂട്ടിയം കൊടുത്തേര് എന്ന് പറഞ്ഞു. ഇവൻ ഇളയവരുടെ വാക്ക് കേട്ടു, പ്രായത്തിൽ കുറഞ്ഞവരുടെ വാക്ക് കേട്ടു, അനുഭവ സമ്പത്തിനെ തള്ളിക്കളഞ്ഞു. ഇവൻ ഈ ഊഴിയവേലക്കാരുടെ, ഈ ജോലി ചെയ്യുന്നവരുടെ ഭാരം അധികപ്പെടുത്തിയപ്പോൾ, സ്തോത്രം, അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ദാവീദിങ്കൽ എന്ത് ഓഹരി എന്ന് ചോദിച്ചുകൊണ്ട് രാജ്യം 2ആയി വിഭജിക്കും. വേഗത്തിൽ ആ ഭാഗത്തേക്കൊന്ന് കടന്നു ചെല്ലേണ്ടത് ഈ സങ്കീർത്തന ധ്യാനത്തിന്റെ ഒരു ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലുക. 1 രാജാക്കന്മാരുടെ പുസ്തകം. പന്ത്രണ്ടാം അധ്യായത്തിൽ 21-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം അവിടെ രഹബയാം യെരുശലേമിൽ വന്ന ശേഷം എന്ന് കാണുന്നു. രഹബയാം എന്ന് പറയുന്നത് ശലോമോന്റെ മകനായിരിക്കുന്ന അന്നത്തെ യഹൂദ രാജാവാണ്. എന്നാൽ അതേസമയം ദൈവം യെരോബയാം എന്ന് പറയുന്ന ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്ന് പറഞ്ഞാൽ 2 ഭാഗമായിട്ട് രാജ്യം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് യഹൂദ. അന്ന് കാലത്ത് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യഹൂദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് യഹൂദയും ബെന്യാമീനും 2 ഗോത്രങ്ങൾ ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2ആയി വിഭജിക്കപ്പെട്ട് യെരോബയാമിന് രാജത്വം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ചിന്തിക്കുന്ന ഒരു ചിന്ത വായിക്കണമേ. 27-ാമത്തെ വാക്യം, 12:27.
നോക്കിക്കേ, യൊരോബെയാം എന്ന് പറയുന്ന ദൈവം തിരഞ്ഞെടുത്ത് രാജസ്ഥാനത്താക്കിയിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് നോക്കിക്കേ. ഒരു പക്ഷേ ഈ ജനം, അതായത് ബാക്കിയുള്ള 10 ഗോത്രത്തിലുള്ള ജനം, അവർ ചെന്ന് ദൈവത്തെ ആരാധിക്കാൻ യെരുശലേം ദേവാലയത്തിൽ പോവുകയാണെങ്കിൽ, യെരുശലേമിൽ ചെല്ലുകയാണെങ്കിൽ, ഒരു പക്ഷെ എന്തുണ്ടാകും? ഇവരെൻ്റെ അടുത്തുനിന്ന് ഹൃദയം മാറി അവരുടെ അടുത്ത് ചേർന്നാൽ, അവർ വന്ന് എന്നെ കൊന്നുകളഞ്ഞാൽ എന്ന് പറയുന്ന സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ രാജാവ് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ജനത്തെ യെരുശലേമിലേക്ക് പോകുവാൻ അനുവദിക്കാതെ, അടുത്ത ഭാഗം വായിച്ചേ, ക്രൂരമായ ഒരു കാര്യം ചെയ്യുകയാണ്. രാജാവ് ആലോചിക്കുക. എന്താ ആലോചിച്ചേ? പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. കേട്ടോ കേട്ടോ, ഒരു രാജാവ് കാണിക്കുന്ന കേട്ടോ എന്തുവാ? തൻ്റെ രാജത്വം പോകരുത്, തൻ്റെ ആ അസ്തിത്വത്തിന് ഇളക്കം സംഭവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് നിന്ന് ജനം അവിടെ പോയി ആരാധിക്കാൻ സമ്മതിക്കാതിരിക്കുക മാത്രമല്ല, 2 കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഒന്നിനെ കൊണ്ടുപോയി ബഥേലിലും വേറൊന്നിനെ കൊണ്ടുപോയി ദാനിലും പ്രതിഷ്ഠിച്ചിട്ട് അവരോട് പറയാ, ഇസ്രായേലേ, ഇതാ നിന്നെ ഉണ്ടാക്കിയ, നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഇനമാണെന്ന് നോക്കിയേ. പ്രിയമുള്ളവരെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി, സ്തോത്രം, ദൈവിക കാര്യങ്ങളെ വികൃതമാക്കുന്ന ഒരു സ്വഭാവം എന്നിൽ നിങ്ങളിൽ ഉണ്ടാകരുതേ. ദൈവകൃപയെ അതിനെ ഒരു തരത്തിൽ വികൃതമാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുതേ. അതിനെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുതേ. സ്തോത്രം. ഇതെന്ന് ആത്മീക ഗോളത്തിൽ വരുന്നോ? ഒത്തിരി ഇടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇതെന്ന് ആത്മീക ഗോളത്തിൽ വരുന്നോ, അന്നു മുതൽ അവിടെ തകർച്ചയാ, അന്നു മുതൽ അവിടെ വീഴ്ചയാ. ദൈവത്തെ മാറ്റി സ്വാർത്ഥ താല്പര്യങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ദിവസം മുതൽ തകർച്ചയാ. തന്നെ ഉയർത്തി കാണിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ തകർച്ചയാ. ഞാനാ വലുത്, എൻ്റെ അടുത്തുനിന്ന് ആളുകൾ പോകരുതെന്ന് നാളെ ഞാൻ ചിന്തിച്ചാലും തകർച്ചയാ. ഇങ്ങനത്തെ ഒരു സാഹചര്യം പറയാനാ ഞാൻ ഈ ഭാഗം വായിച്ചേ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് നോർത്തേൺ കിങ്ഡത്തിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന, പിന്നീട് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ആ ഭാഗത്തെയാ, ഇസ്രായേലിൽ താമസിക്കുന്ന ഒരു ഭക്തൻ എന്ത് ചെയ്യാൻ വ്യവസ്ഥയില്ല, അല്ലെങ്കിൽ അനുവാദമില്ല. യെരുശലേമിൽ ദൈവത്തിന്റെ ആലയത്തിൽ പോയി ദൈവത്തെ സ്തുതിക്കാനുള്ള അനുവാദമില്ല. രാജാവ് നിയമപരമായി അതിനെ റദ്ദ് ചെയ്തിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാ, ദൈവമേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ശരിയായ രീതിയിൽ എനിക്കും നിങ്ങൾക്കും ആരാധിക്കുവാൻ കഴിയാതെ വന്ന മേൽക്കോയ്മകൾ തടസ്സമായി മാറുമ്പോൾ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എനിക്കും നിങ്ങൾക്കും ഒരു ആളലുണ്ടോ, ഒരു കത്തലുണ്ടോ? എനിക്ക് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലാൻ കഴിയുമോ? ഇത് എന്നിലും നിന്നിലും മരിച്ചുപോയ പിന്നെ ഈ രാജാവിന്റെ കൂടെയായി നമ്മള്. ഒത്തിരി പേരങ്ങനെയാ. ജനം ഈ കിട്ടിയ കാളക്കുട്ടി മതി എന്ന് പറഞ്ഞ അവിടെ നിന്നു. ഈ കിട്ടിയ ഇതൊക്കെ മതി, സന്തോഷം. കരപൂർണം കഴിച്ച ലേവ്യരല്ലാത്ത, അവിടെ എഴുതിയിട്ടുണ്ടേ, ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. ലേവ്യരല്ലാത്ത, ദൈവം പറഞ്ഞു, ഈ ലേവ്യരെയാ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ ഏൽപ്പിച്ചവന് ശുശ്രൂഷ കൊടുക്കുന്നില്ല. അവന്മാരെ മാറ്റി കണ്ടവന്മാരെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു. അഭിഷേകം ഇല്ലാത്തവനെ ശുശ്രൂഷയ്ക്ക് കയറ്റി ഇരുത്തി. സ്തോത്രം. ഒത്തിരി ഇടങ്ങളിൽ നടക്കുന്നില്ലേ? പക്ഷെ ഇതൊക്കെ മതി. ഞങ്ങളും സന്തോഷം, എല്ലാം സന്തോഷം. ഈ നില പോകുന്നതിൻ്റെ ഇടയിൽ
നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു വാഞ്ച ഉണ്ടാകണം. മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ആഴമായി അനുഭവിക്കാനുള്ള ഒരു വാഞ്ച. ഇതുണ്ടാകണം, ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഉണ്ടാകണം. നമ്മൾ തണുത്തു പോകരുത്. തണുത്തു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച്, ചിന്താഗതികൾക്കനുസരിച്ച് ഇതൊന്നും വേണ്ട, മതി എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ കൂടെ അങ്ങ് ഒഴുകിപ്പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ചിലതിനെതിരെ എഴുന്നേറ്റ് നിന്നിട്ട് ചില നന്മകളെ വാഞ്ചിക്കുന്ന, ചില ദൈവ സാന്നിധ്യത്തെ വാഞ്ചിക്കുന്ന ഒരു അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഈ സങ്കീർത്തനക്കാരനെ പോലെ അവിടെ പറയുക, ദൈവമേ എനിക്ക് ന്യായം പാലിച്ച്. ഇത് പറയുന്ന ഒരു വാക്യമുണ്ട്, ഭക്തികെട്ട ജാതിയോട്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഭക്തികെട്ട നേഷൻ എന്നാ പറയുന്നത്. ഒരു രാജ്യത്തോട്, രാജ്യം മുഴുവൻ അവസ്ഥ എന്തുവാ? ഭക്തി. ഭക്തി ജീവിതത്തിൽ ഒരിടത്തും ഭക്തിയില്ല. ദിനചര്യകളിൽ ഭക്തിയില്ല, ഇടപാടുകളിൽ ഭക്തിയില്ല, സംസാരങ്ങളിൽ ഭക്തിയില്ല. ആലയത്തിനകത്ത് കാളക്കുട്ടിയ. രസമുണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യം, യഹോവയുടെ ഉത്സവങ്ങൾ എങ്ങനെയോ അതുപോലെ ഇതുങ്ങള് കാളക്കുട്ടിക്ക് ഉത്സവം. യഹോവയുടെ ഉത്സവം എത്രാം ദിവസം എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞോ അതുപോലെ കാളക്കുട്ടിക്ക് ഉത്സവം ആചരിച്ചു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇതൊക്കെ? കർത്താവിനെ ആരാധിക്കുകയാണെന്ന് നമ്മളുടെ ഒരു വിശ്വാസം, ഒരു ചിന്ത. പക്ഷെ ആരാധിക്കുന്നതെല്ലാം വൈകൃതമുള്ള, ദൈവമല്ലാത്ത, ദൈവികമല്ലാത്തതിന്റെ പുറകെ പോയി. പക്ഷെ ഇപ്പോഴും ഭയങ്കര ആരാധനക്കാരിയാണെന്നുള്ള ചിന്ത. സ്തോത്രം. ചിന്തിക്കണം. ചില മെസ്സേജുകൾ ഇങ്ങനെയാ, ചില മെസ്സേജ് ഇങ്ങനെയാ. ദൈവം തന്നിട്ടാ ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയത്തില്ല. ഇഷ്ടം പോലെ മറ്റു മാധ്യമങ്ങളുണ്ട്, പ്രസംഗിക്കാൻ വിളിക്കുന്നവരുണ്ട്. സ്തോത്രം. യൂട്യൂബിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം തരുന്നോണ്ടാ ഇവിടെ വന്ന് സംസാരിക്കുന്നേ. നമ്മൾ എന്തിനെ ആരാധിക്കുന്നേ? നമ്മുടെ ആരാധനാ രീതികൾ എന്തൊക്കെയാ? നമ്മൾ അന്ധമായിട്ടാണോ ഇന്നും സ്തോത്രം ചില കാര്യങ്ങളെ പിൻപറ്റുന്നത്? ഇതിന്റെ മധ്യത്തിൽ സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി. ഇന്ന് നാം പാടിയതുപോലെ ജീവനുള്ളവന് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ജീവന്റെ തുടിപ്പുണ്ടോ നമ്മിൽ? മുമ്പോട്ട് പോകുകയാണ്. ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. അടുത്ത് പറയാ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. മുമ്പോട്ട് വായിച്ച് ഞാൻ വേഗം പോകുക. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? എന്നിട്ട് അടുത്ത് പറയുക, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിന്റെ പ്രകാശവും നിന്റെ സത്യവും എനിക്ക് അയച്ചു തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ജീവിതത്തെ ശരിയായി പരിശോധിക്കാൻ കഴിയണമെങ്കിൽ, ജീവിതത്തെ ശരിയായ നിലകളിൽ അനലൈസ് ചെയ്യാൻ, ഞാൻ പോകുന്ന പാത ശരിയാണോ, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഞാൻ ഇപ്പോഴും ഈ ദൈവസാന്നിധ്യം ശരിയായ രീതിയിൽ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇതിനെ വെളിവായി കാണിക്കുന്ന ദൈവിക പ്രകാശം നമുക്ക് ആവശ്യമാണ്. അന്ധകാരത്തിനകത്തിരുന്ന് തപ്പിപ്പരതിയാലൊന്നും കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയത്തില്ല. ദൈവിക പ്രകാശത്തിനകത്ത് വരണം. ഇന്ന് പലർക്കും തെറ്റുകളെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത എന്താണെന്നറിയാമോ? ഈ പ്രകാശത്തിനകത്തു വരാൻ, ഈ ദൈവിക പ്രകാശത്തിനകത്തു വരാൻ തയ്യാറല്ലാത്തത് കൊണ്ടാ. നമ്മുടെ അന്ധകാരമേറിയ മുറികൾക്കകത്തിരുന്നു കൊണ്ട്, ഇരുട്ടുകൾക്കകത്തിരുന്നു കൊണ്ട്, അന്ധവിശ്വാസങ്ങൾക്കകത്തിരുന്നു കൊണ്ട്, സ്തോത്രം, ദൈവത്തെ പരതിയാൽ, ദൈവിക കാര്യങ്ങളെ പരതിയാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പലപ്പോഴും കഴിയത്തില്ല. ഇത് സത്യമാ. വചനത്തിനകത്ത് വരണം. നിന്റെ വചനം എൻ്റെ കാലിന് പ്രകാശം. ഇതിനകത്ത് പ്രസംഗിക്കപ്പെടണം, ഇതെടുത്ത് വിശകലനം ചെയ്യപ്പെടണം.
ബൈബിൾ സ്റ്റഡികൾ ഉണ്ടാകണം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. ദൈവവചനം പഠിക്കാത്തിടത്തോളം പ്രകാശത്തിനകത്ത് നടക്കുവാൻ കഴിയുകയില്ല. നമ്മളെ തന്നെ വിശകലനം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്തുവാ? കുഞ്ഞുങ്ങളെന്നല്ല, എല്ലാവരും, ആരുമാകട്ടെ, ഞാൻ പ്രസംഗിക്കുന്നത് ഞാനാകട്ടെ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്തുവാ? ഇതിന്റെ പുറകിലിരിക്കാൻ സമയമില്ല. ആത്മാർത്ഥമായി നിങ്ങളുടെ നെഞ്ചോട് കൈവച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണം, എത്ര സമയം ദൈവവചനത്തിന്റെ മുമ്പിലിരുന്ന് നമ്മളെ അനലൈസ് ചെയ്യുന്നുണ്ട്. പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന ഞങ്ങൾ പലപ്പോഴും ഇതെടുത്തിരുന്ന് വായിക്കാറുണ്ട്. എന്തിനാണെന്നറിയാവോ? മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. വിശ്വാസികളായി നിങ്ങൾ ഓരോരുത്തരും എന്തിനാ ദൈവവചനം വായിക്കാറുണ്ടോ? ചിന്തിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത് കേട്ടോ. ഇതാരെയും കുറ്റപ്പെടുത്താനല്ല. ഞാൻ ആദ്യം എന്നെ പ്രതിക്കൂട്ടി നിർത്തിയിട്ടല്ലേ പറയുന്നേ. വചനം പഠിക്കണം പ്രിയമുള്ളവരെ, വചനം പഠിക്കണം, വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കണം. വചനമുണ്ടെങ്കിലേ പ്രകാശമുള്ളൂ, വചനമുണ്ടെങ്കിലേ ശരിയായ പാതയുള്ളൂ, വചനമുണ്ടെങ്കിലേ സത്യം അറിയത്തുള്ളൂ. എന്തെങ്കിലും കാടടച്ച് വെടിവെച്ചാൽ ജനം വിടുവിക്കപ്പെടത്തില്ല. കാടടച്ച് വെടിവെച്ചുകൊണ്ട് വിടുതലുണ്ടാകത്തില്ല. വചനമാഴമായി അതിന്റെ സത്യങ്ങളെ പഠിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നെങ്കിൽ മാത്രമേ വിടുതലുണ്ടാകത്തുള്ളൂ. നിന്റെ പ്രകാശം ഞങ്ങൾക്ക് അയച്ചു തരണം. അടുത്ത് പറയാം, നിന്റെ സത്യം ഞങ്ങൾക്ക് അയച്ചു തരണം. ജനം അസത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, സത്യമല്ലാത്തതിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ഇന്നത്തെ കാലം സത്യമല്ലാത്തത് സത്യമാണെന്ന് എങ്ങനെയെങ്കിലും വരുത്തി തീർക്കുന്ന പരിശ്രമത്തിലാ ജനം. അസത്യത്തെ സത്യമാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 1000 വചനങ്ങളുണ്ട്. പക്ഷെ അത് പിശാചും ഈ പരിപാടി തന്നെ കാണിക്കുന്നെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കും. സത്യത്തിന് വേണ്ടി നിൽക്കും. സത്യം അറിയണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം. പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ ഒന്ന് പ്രകാശത്തിലേക്ക് നയിക്കണേ, എന്നെ ഒന്ന് പ്രകാശത്തിലേക്ക് നയിക്കണേ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഇരുളടഞ്ഞ മേഖലകളെ ഒന്ന് കണ്ടെത്താൻ, ഇനിയും ദൈവത്തിന് പ്രസാദമില്ലാത്ത മേഖലകളെ ഒന്ന് കണ്ടെത്താൻ, എനിക്ക് അങ്ങേപ്പോലെ ആയിത്തീരാൻ സ്വത്ര എന്നെ ഈ പ്രകാശത്തിലേക്കൊന്ന് നയിക്കണേ. ദൈവമേ, സത്യം എന്നെ പഠിപ്പിക്കണേ. കാരണം എനിക്ക് സത്യത്തിൽ നടക്കണം. സത്യം അറിയാതെ സ്വാതന്ത്ര്യമില്ല. സത്യത്തിൽ നടക്കാതെ സ്വർഗരാജ്യവുമില്ല. സത്യത്തിൽ നടക്കുവാൻ തയ്യാറാകാത്തിടത്തോളം ദൈവ സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയത്തില്ല. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. എങ്ങോട്ടാ? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ നടത്തുമാറാകട്ടെ. ദൈവ സന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു ആകാംക്ഷ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ദൈവ സന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരാകാംക്ഷ ഇന്ന് അത് കുറഞ്ഞു വരികയാണ് ഡേ ബൈ ഡേ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരാഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ആകാംക്ഷ. ചടങ്ങായി ചെയ്യുന്ന കാര്യങ്ങളെ അല്ല ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ ഈ ചടങ്ങ് തെറ്റിക്കുമ്പം നമുക്കൊരു വിഷമം വരാറുണ്ട്. ചടങ്ങ് തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലർക്ക് ഒരു ഞായറാഴ്ച വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അയ്യോ അത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിൻപറ്റുന്നതായിരുന്നു, ആ ചടങ്ങും ആചാരവും തെറ്റിയോണ്ടൊരു വിഷമം. ഒരു ദിവസം സ്വോത്രാഴ്ച എടുക്കാൻ മറന്നുപോയാൽ, അയ്യോ ഞാൻ എല്ലാ ആഴ്ചയും ഇതുവരെ ഞാൻ സ്വോത്രാഴ്ച ഇടാതിരുന്നിട്ടില്ല, അതൊരു ചടങ്ങായി, ഈ ആഴ്ച കൊണ്ടുവരാത്തോണ്ടൊരു വിഷമം. ചില ചർച്ചിലുണ്ട് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും കർത്തൃമേശ ഉണ്ടാകും. എല്ലാ ആഴ്ച അങ്ങനത്തെ ചർച്ചകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച എന്തെങ്കിലും കാരണവശാൽ കർത്തൃമേശ മുടങ്ങിപ്പോയി, അയ്യോ എല്ലാ ആഴ്ച ഉണ്ടായിരുന്നല്ലോ, ഇന്നെന്നാ പാസ്റ്റർ നടത്താഞ്ഞേ
ആ ചടങ്ങിനകത്ത് പങ്കെടുക്കാത്തതിന്റെ ഒരു വിഷമം. അതല്ല നമുക്ക് വേണ്ടിയത്. ദൈവകുഞ്ഞുങ്ങളെ, ചടങ്ങ് മുടങ്ങുന്നതിന്റെ ഒരു പ്രയാസമല്ല നമുക്ക് വേണ്ടിയത്. ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് ആ കൂട്ടായ്മ ആചരിക്കുവാൻ, സ്തോത്രം, അതിനകത്തുള്ള ഡിവൈൻ എക്സ്പീരിയൻസ് എനിക്ക് മിസ്സായല്ലോ എന്നുള്ളൊരു മിസ്സിംഗ് ആ എനിക്ക് നിങ്ങൾക്കുള്ളിൽ വേണ്ടത്. സ്തോത്രം. അതാ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്. അതാ ആരാധനയ്ക്കകത്ത് ഞാൻ പ്രാപിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ആരാധനകൾ ചിലത് പ്രാപിച്ചെടുക്കുന്ന ഒരു കൂട്ടായ്മയായി തീരാറുണ്ടോ? നമ്മുടെ കൂടിവരവുകൾ ചിലതൊക്കെ പ്രാപിക്കുന്ന, ചിലതൊക്കെ അനുഭവിക്കുന്ന, ദൈവിക സ്പർശനം അനുഭവിക്കുന്ന, ദൈവിക ഇടപെടൽ അനുഭവിക്കുന്ന ഒരു കൂടിവരവായി തീരുന്നുണ്ടോ? ഇത് അങ്ങനെ തീരേണ്ട കൂട്ടമാ. ജീവിതത്തിൽ ദിവസം തോറും നമുക്കതിന് കഴിയുന്നുണ്ടോ? ചിന്തിക്കണം. ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ. 4-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമ ആനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ഇത് ഞാൻ മുൻപൊരിക്കൽ ഈ സങ്കീർത്തനം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വാക്യമാ. എൻ്റെ പരമ ആനന്ദം, എൻ്റെ പരമ ആനന്ദം. പ്രിയമുള്ളവരെ, ഈ ദൈവസാന്നിധ്യം നമ്മുടെ പരമ ആനന്ദം. ഇതിനകത്തിരിക്കുന്ന സന്തോഷം, ഈ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന സന്തോഷം മറ്റൊന്നിനും തരാൻ കഴിയത്തില്ല. ഇത് തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയണം. ഇതിനകത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം എത്ര വലിയ കോളിളക്കങ്ങളോടുകൂടെ ഇതിനകത്ത് വന്നാലും, ഇതിനകത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ശാന്തത, ഇതിനകത്തുണ്ടാകുന്ന ആ പീസ് ഓഫ് മൈൻഡ്, മനസ്സിനുണ്ടാകുന്ന സമാധാനം ദൈവിക കൂട്ടായ്മകളിൽ എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. വഞ്ചിക്കാം ദൈവസാന്നിധ്യം, വഞ്ചിക്കാം ഈ ദൈവികമായിരിക്കുന്ന ഇടപെടലിനായി. പ്രാർത്ഥിക്കാം, കർത്താവേ എന്നോട് ശക്തമായി ഈ നാളുകൾ ഇടപെടണമേ. എപ്പോഴും പറയാറുള്ള പോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. എങ്ങാണ്ട് ഒരിടത്തിരിക്കുന്ന എന്തോ ഒരു സത്വമായി ദൈവത്തെ കാണുന്നതിന് പകരം ദിനംതോറുമുള്ള ജീവിതത്തിൽ ഞാൻ വളരെ വ്യക്തിപരമായി അടുത്തനുഭവിക്കുന്ന എൻ്റെ ശക്തി കേന്ദ്രമായി, എൻ്റെ സർവശക്തനായി, എന്നെ നടത്തുന്ന എൻ്റെ കർത്താവായി, എൻ്റെ അപ്പനായി, എൻ്റെ കരം പിടിച്ചിരിക്കുന്നവനായി, എൻ്റെ തോളിൽ കൈയിട്ട് എന്നോട് ചേർന്ന് നടക്കുന്ന ഒരു സ്നേഹിതനായി ഈ ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാ ഭാഗ്യം. അത് നമുക്ക് കഴിയണം. അതിനൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അവൻ നമ്മുടെ കൂടെ വരും. ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് അരുളി ചെയ്തവനാ. സ്തോത്രം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞവനാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാ, നമ്മളെ ബലപ്പെടുത്തുന്നവനാ, നമ്മളോട് സംസാരിക്കുന്നവനാ. അങ്ങനെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ഈ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു വാഞ്ച കൊണ്ട് നാം നിറയട്ടെ. സങ്കീർത്തനക്കാരൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകും. ആമേൻ.